വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 54-55 തിരുവചനങ്ങൾ. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഈ വചനങ്ങളിൽ പ്രതിപാദിക്കുന്നത്. ഒന്ന്, കർത്താവ് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ആക്ഷരികമായിട്ട് അല്ലെങ്കിൽ ജഡപ്രകാരം ഇസ്രായേലായിരിക്കുന്നവരെ മാത്രമല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ അല്ല ഇത് ഉദ്ദേശിക്കുന്നത്. ഒരുവൻ വിശ്വാസം വഴി, യേശു ക്രിസ്തുവിലെ വിശ്വാസം വഴി അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനം സ്വന്തമാക്കുന്ന ആ ജനതയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ. അങ്ങനെ തൻ്റെ ദാസനായ ഇസ്രായേൽ, കർത്താവിൻ്റെ ദാസനായ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ അവർ വചനം അനുസരിക്കുന്നവരാണ്. ദാസനാവുകയെന്നാൽ ചോദ്യം ചെയ്യാതെ ദൈവ കൽപ്പനകൾ, പഴയ നിയമത്തിലെ കൽപ്പന എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ അത് വചനമാണ്. ദൈവവചനം ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നവരാണ് കർത്താവിൻ്റെ ദാസർ. അവരാണ് പുതിയ നിയമത്തിലെ അല്ലെങ്കിൽ യഥാർത്ഥ ഇസ്രായേൽ. അവരെ അവിടുന്ന് സഹായിച്ചു. എങ്ങനെയാണ് സഹായിച്ചത്? ദൈവം കന്യകയിൽ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചുകൊണ്ട്. അതാണ് കർത്താവിൻ്റെ ഏറ്റവും വലിയ സഹായം. മനുഷ്യന് തന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കാത്ത അവൻ്റെ ബലഹീനതയിൽ ദൈവം മനുഷ്യനായിക്കൊണ്ട് മനുഷ്യൻ്റെ രൂപം സ്വീകരിച്ച്, സാദൃശ്യം സ്വീകരിച്ച് അവൻ മനുഷ്യരുടെ ഇടയിൽ വസിച്ച് മനുഷ്യരെ രക്ഷിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. എന്തായിരുന്നു ആ വാഗ്ദാനം? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനത്തിൽ, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും എന്ന് അബ്രാഹത്തിന് വാഗ്ദാനം ചെയ്തിരുന്നു. അബ്രാഹത്തിൻ്റെ സന്തതിയിലൂടെ ഭൂമുഖത്തുള്ള സകല വംശങ്ങളും സകല മനുഷ്യരും അനുഗ്രഹിക്കപ്പെടേണ്ടതിന് അബ്രാഹത്തിൻ്റെ സന്തതിയായിട്ട് ആ പരമ്പരയിൽ യേശു ജനിക്കുന്നു. ഉൽപ്പത്തി 17-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനത്തിൽ, ഞാൻ എന്നേക്കും നിനക്കും നിന്റെ സന്തതികൾക്കും ദൈവമായിരിക്കും. 8-ാം വചനത്തിൽ, ഞാൻ അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. കർത്താവ് ആർക്ക് ദൈവമായിരിക്കും? അബ്രാഹത്തിൻ്റെ സന്തതികൾക്ക്. എപ്രകാരമുള്ള സന്തതികൾക്ക്? വിശ്വാസം വഴി വചനത്തിൻ്റെ അനുസരണം നടപ്പിലാക്കുന്ന, ദൈവവചനത്തോട് അനുസരണം കാണിക്കുന്ന, വിശ്വാസം വഴി വീണ്ടും ജനിച്ച സന്തതികൾക്ക് കർത്താവ് എന്നും ദൈവമായിരിക്കും. അവൻ എപ്പോഴും അവരെ അവരുടെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ അനുഗ്രഹിക്കുകയും ചെയ്യും. Have a blessed day to all of you.